നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റും അതിന്റെ കൂടെ ഒരു ക്വിസ് കോൺടെസ്റ്റുമായിട്ടാണ്. 100 രൂപ ക്യാഷ് പ്രൈസ് ആണ് ക്വിസ് കോൺടെസ്റ്റ് വിജയിക്ക് ലഭിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഉത്തരമില്ലാത്ത 3 ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ഒരൊറ്റ കമന്റായിട്ട് ഇടുക. പല പല കമന്റായിട്ട് ഇടാൻ പാടില്ല, റിജക്റ്റ് ചെയ്യും. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മെയ് 14 തീയതി വരെ സമയമുണ്ട്. മെയ് 15 തീയതിയാണ് വിന്നറിനെ അനൗൺസ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൂടംകുളം ആണവ വൈദ്യുത നിലയം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരി ഉത്തരം തിരുനെൽവേലി. കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയമാണിത്. റഷ്യയുടെ സഹകരണത്തോടെയാണ് ഇന്ത്യ ഈ ആണവ നിലയം നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ശരി ഉത്തരം APJ അബ്ദുൽ കലാം. ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നത് APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന കാലത്ത് രേവ നദി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ശരി ഉത്തരം നർമ്മദ നദിയാണ്. പ്രാചീന കാലത്ത് രേവ നദി എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ്. നർമ്മദ നദി മധ്യപ്രദേശിലൂടെയും ഗുജറാത്തിലൂടെയും കടന്നു പോകുന്ന നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുന്തിരി നഗരം, ഗ്രേപ്പ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ശരി ഉത്തരം നാസിക് ആണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം അല്ലെങ്കിൽ ഗ്രേപ്പ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നാസിക് ആണ്. നാസിക് മഹാരാഷ്ട്രയിലെ നഗരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപാദനം നടക്കുന്ന പ്രദേശമാണ് നാസിക്. അടുത്ത ക്വസ്റ്റ്യൻ ക്വിസ് കോൺടെസ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻസ്: ചെമ്പ്, സിങ്ക്, ഇരുമ്പ്, കാൽസ്യം. ഉത്തരം അറിയാവുന്നവര് കമന്റ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓമനത്തിങ്കൾ കിടാവോ എന്ന പ്രശസ്തമായ താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരാണ്? ശരി ഉത്തരം ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പി. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾ അഭിനയിച്ച ആദ്യ ഇന്ത്യൻ സിനിമ ഏത്? ശരി ഉത്തരം മോഹിനി ഭസ്മാസുർ. സ്ത്രീകൾ ആദ്യമായി അഭിനയിച്ച ഇന്ത്യൻ സിനിമ മോഹിനി ഭസ്മാസുർ ആണ്. 1913 പുറത്തിറങ്ങിയ ഒരു സൈലന്റ് ഫിലിം, നിശബ്ദ ചിത്രമായിരുന്നു ഇത്. ദുർഗാഭായ് കമ്മത്ത് എന്ന നടിയും അവരുടെ മകൾ കമലാഭായിയുമാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ച സ്ത്രീകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ഇന്ത്യ അല്ലാത്ത രാജ്യമേത്? ശരി ഉത്തരം ദക്ഷിണ കൊറിയ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ഇന്ത്യ അല്ലാത്ത രാജ്യം ദക്ഷിണ കൊറിയയാണ്. 1945 ജപ്പാന്റെ ചൂഷണ ഭരണത്തിൽ നിന്നും കൊറിയ സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏത്? ശരി ഉത്തരം അമേരിക്കയാണ്. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789 ലോകത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളുള്ള ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ശരി ഉത്തരം JC ബോസ്. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്
JC ബോസ്. റേഡിയോ സയൻസിന്റെ പിതാവായും JC ബോസ് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കത്ത പശ്ചാത്തലമാക്കി KR മീര രചിച്ച നോവൽ ഏതാണ്? ശരി ഉത്തരം ആരാച്ചാർ. കൽക്കത്ത പശ്ചാത്തലമാക്കി KR മീര രചിച്ച നോവലാണ് ആരാച്ചാർ. 2013 പുറത്തിറങ്ങിയ ആരാച്ചാർ എന്ന നോവലിന് മാതൃഭൂമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി ആരാണ്? ശരി ഉത്തരം റാം വി സുധർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാണ് റാം വി സുധർ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിൽ നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഉയരം 182 മീറ്റർ 597 അടിയാണ്. ഈ ശില്പം സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ഒന്നാമത്തെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ 100% വൈദ്യുതീകരിച്ച സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ 100% വൈദ്യുതീകരിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. മുഴുവൻ ഗ്രാമങ്ങളും 100% വൈദ്യുതീകരണം നേടിയ ആദ്യ സംസ്ഥാനമായി ഹിമാചൽ പ്രദേശിനെ 2016 പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വിസ് കോൺടെസ്റ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ 5ാമത്തെ ഭാഷ ഏത്? ഓപ്ഷൻസ് മലയാളം, തമിഴ്, കന്നഡ, സംസ്കൃതം. ഉത്തരം അറിയാവുന്നവർ കമന്റിൽ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ശരി ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി ഏതാണ്? ശരി ഉത്തരം നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി. ഒരു നീലത്തിമിംഗലത്തിന്റെ ഹൃദയം ഒരു നിമിഷത്തിൽ ശരാശരി 2 മുതൽ 10 തവണ മാത്രമാണ് മിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്താദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം ഏത്? ശരി ഉത്തരം സൗദി അറേബ്യ. ലോകത്ത് ആദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യമാണ് സൗദി അറേബ്യ. 2017 സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനാണ് സൗദി അറേബ്യ പൗരത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ഏതാണ്? ശരി ഉത്തരം ന്യൂസിലൻഡ്. ന്യൂസിലൻഡ് ആണ് സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം. 1893 ന്യൂസിലൻഡ് ഒഫീഷ്യലി സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് ഇവയെല്ലാം എത്ര വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്? ശരി ഉത്തരം 4 വർഷം. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് ഇവയെല്ലാം 4 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിസ് കോൺടെസ്റ്റിന്റെ 3ാമത്തെയും അവസാനത്തെയും ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻസ് ബാരോമീറ്റർ, ആനിമോമീറ്റർ, ഹൈഡ്രോമീറ്റർ, തെർമോമീറ്റർ. ഉത്തരം അറിയാവുന്നവര് കമന്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.